ആ വേടൻ നിലകൊള്ളുന്നത് നമ്മുടെ സമൂഹത്തിലെ കൊള്ളരുതായ്മകൾക്കെതിരെയാണ്, നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള വേടനെ ആണ് ഈ പറയുന്ന RSSും BJP ഒക്കെ വന്നിട്ട് അടിമകളാക്കി, അല്ലെങ്കിൽ അടിമകളായിട്ടുള്ള യുവമാർ വന്നിട്ട് ഇങ്ങനെ പറയാൻ പോകുന്നത്. നാണമില്ല, എന്ത് പറയാൻ അതിൽ കൂടുതൽ. ആ ചേച്ചിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ വീട്ടിലെ വേലക്കാരിയാണെന്ന് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടാണ്. പേരൂർക്കടയിൽ ബിന്ദു എന്ന് പറയുന്നൊരു യുവതിയെ കള്ളക്കേസിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് തന്തയില്ലായ്മ കാണിച്ചൊരു വീട്ടുകാർ, പണത്തിൻ്റെ ഹുങ്കും ഇവരുടെ ജാതി സ്പിരിറ്റും ഒക്കെ കൊണ്ടാണ് ഇവർ പറയാൻ തോന്നുവാസം കാണിക്കുന്നത്. പക്ഷേ ഈ ചേച്ചി ഉണ്ടല്ലോ, പുള്ളിക്കാരി പറയുന്നത് എൻ്റെ വീട്ടിൽ കുറച്ച് നാളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് ചിന്തിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ പറയുന്ന എല്ലാ കാര്യങ്ങളിലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ വീടുകളിലും ഓരോരുത്തരും കാണിക്കുന്ന കൊള്ളരുതായ്മകൾ അവർക്കുള്ള മറുപടിയാണ് ആ ചേച്ചി പറയുന്നത്. ഇത്തിരി കാശ് കിട്ടിക്കഴിഞ്ഞാൽ സ്വന്തം തന്തയവരെ മാറ്റി പറയുന്ന ആളുകളുള്ള സമയത്ത് ഇതുപോലെയൊക്കെയുള്ളവരെ വലിയൊരു ഐശ്വര്യം തന്നെയാണ്, അല്ലെങ്കിൽ വലിയൊരു ഭാഗ്യമാണ് ഇങ്ങനെയുള്ളവരെ കണ്ടു കിട്ടുക എന്ന് പറയുന്നത്. ചേച്ചിക്കൊരു ബിഗ് സല്യൂട്ട് ഞാൻ നൽകുകയാണ്. കാരണം നിങ്ങളെപ്പോലുള്ള ആളുകളാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം, നിങ്ങളെപ്പോലുള്ള മനസ്സുള്ളവരാണ് ആവശ്യം.